മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ നിസ്കാരവുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങൾക്ക് പരിഹാരമായി. കോളേജ് മാനേജ്മെന്റും അവിടുത്തെ സ്റ്റുഡന്റ് യൂണിയനുകളും മൂവാറ്റുപുഴ മഹല്ല് കമ്മിറ്റിയും എടുത്ത പക്വമായ നിലപാടുകളാണ് ഈ പ്രശ്നത്തിന് പരിഹാരമായത്. തങ്ങൾക്ക് നിസ്കരിക്കാൻ പ്രത്യേക മുറി വേണമെന്ന ആവശ്യവുമായി കോളേജ് പ്രിൻസിപ്പലിന്റെ മുറിയിലേക്ക് അപേക്ഷയുമായി എത്തിയ പെൺകുട്ടികൾ അവർ സമ്മതിക്കാത്തതിനെ തുടർന്ന് പുറത്തിറങ്ങിയപ്പോൾ ഒരു കൂട്ടം കുട്ടികൾ പ്രതിഷേധത്തിനായി മുന്നോട്ട് വരികയായിരുന്നു. കത്തോലിക്ക കോൺഗ്രസും കോളേജ് അധികൃതരും ഈ അഭിപ്രായത്തിനെതിരെയുള്ള നിലപാടുകൾ വ്യക്തമാക്കുകയുണ്ടായി. സഭയുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിസ്കരിക്കാനുള്ള മുറി അനുവദിക്കാനാവില്ല എന്നും എന്നാൽ അടുത്തുള്ള മോസ്കിൽ വെള്ളിയാഴ്ചകളിൽ നിസ്കരിക്കേണ്ട വിദ്യാർത്ഥികൾക്ക് അതിനുള്ള അനുവാദം കൊടുക്കാമെന്നും അവർ അഭിപ്രായപ്പെട്ടു. കോളേജിനടുത്ത് തന്നെ ഒരു മുസ്ലിം ദേവാലയം ഉണ്ടെന്നിരിക്കെ അവിടെ പ്രാർത്ഥിക്കാൻ ആവശ്യമായ സാഹചര്യം ഒരുക്കണമെന്ന് ഇതേ പെൺകുട്ടികൾ ആവശ്യപ്പെടാത്തതും ഒരു ക്രിസ്ത്യൻ മാനേജ്മെന്റ് നടത്തുന്ന കോളേജിൽ ഇതിനായുള്ള സൗകര്യം ഒരുക്കണമെന്നും ആവശ്യപ്പെടുന്നതും തികച്ചും വിരോധാഭാസമായി തോന്നി. പൊതു ഇടങ്ങൾ, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തികച്ചും സെക്യുലറായി മാറേണ്ട ഈ കാലഘട്ടത്തിലാണ് ഇത്തരം ആവശ്യങ്ങൾ ഉന്നയിക്കുന്നതെന്ന് ഓർക്കണം. വിദ്യാലയങ്ങളിലെ ഈശ്വര പ്രാർത്ഥനകൾ വേണോ വേണ്ടയോ എന്ന് ചർച്ച ചെയ്യുന്ന ഒരു കാലഘട്ടം കൂടിയാണിത്. അവിടേക്കാണ് ഇത്തരം ഒരു ആശയവുമായി മുന്നോട്ട് വരുന്നത്. അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കിയത് ഈശ്വരനാണെന്നും ഈ ലോകത്തെ സർവ്വവും സൃഷ്ടിച്ച ഈശ്വരന്റെ മുൻപിൽ പ്രാർത്ഥനയോടെ തുടങ്ങിയ അതേ വിദ്യാർത്ഥി തന്നെ തൊട്ടടുത്ത നിമിഷം ഈ ലോകം എങ്ങനെ ശാസ്ത്രീയമായി രൂപപ്പെട്ടുവെന്ന് പഠിക്കുകയും പരീക്ഷ എഴുതുകയും ചെയ്യുന്നു. ഒരേ ആശയം തന്നെ ഘടകവിരുദ്ധമായി മനസ്സിലാക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇതുപോലെയുള്ള വാർത്തകൾ തുടർന്നും സംഭവിച്ചേക്കാം.